കിളിമാനൂരിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം മനോഹരമായിട്ടുള്ളൊരു വായനശാലയാക്കി മാറ്റി മാതൃകയായിരിക്കുകയാണ് ഒരു പറ്റം യുവാക്കൾ. വഴിയോരത്തെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ അക്ഷരക്കൂട്ടായ്മ ഒരുക്കി സാംസ്കാരിക പ്രവർത്തകർ. ടി വാസുദേവൻ നായരുടെ സ്മരണയ്ക്കായി കിളിമാനൂർ പോങ്ങനാട് തോപ്പിൽ ജംഗ്ഷനിലെ കാത്തിരിപ്പ് കേന്ദ്രമാണ് ടി സ്മാരക ഗ്രന്ഥശാലയായി മാറിയത്. യാത്രക്കാർക്കായി വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച വിശ്രമ കേന്ദ്രത്തെയാണ് പോങ്ങനാട് തോപ്പിൽ ജംഗ്ഷനിൽ വിസ്മയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികൾ ആധുനിക സൗകര്യങ്ങളോടെ ഗ്രന്ഥശാലയാക്കി മാറ്റിയത്. അതിമനോഹരമായി തയ്യാറാക്കിയ ബുക്ക് ഷെൽഫുകൾ, വായനക്കാർക്കുള്ള ഇരിപ്പിടങ്ങൾ, പൂന്തോട്ടം, മൺകൂജയിൽ കുടിവെള്ളം, രാത്രി വായനയ്ക്കായി പ്രത്യേക വിളക്ക് എന്നിവ നിർമ്മിച്ചാണ് യാത്രക്കാർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ കാത്തിരിപ്പ് കേന്ദ്രത്തെ വായനശാലയാക്കി മാറ്റിയത്. ഗ്രന്ഥശാലയുടെ ഉദ്ഘാടനം കവിയും ഗാനരചയിതാവുമായ രാധാകൃഷ്ണൻ കുന്നുംപുറം നിർവഹിച്ചു. ഒരു കാത്തിരിപ്പ് കേന്ദ്രം ഒരു വായനശാലയാവുക, കാത്തിരിക്കുന്ന മനുഷ്യർക്ക് അക്ഷരങ്ങൾ കൂട്ടിനുണ്ടാവുക, ആ അക്ഷരങ്ങളിലൂടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലോകത്തെ തിരിച്ചറിയാൻ കഴിയുക. അറിവ് ഒരു അത്ഭുതമാണെന്നും അടുത്തു ചെല്ലുമ്പോഴും അകന്നകന്നു പോവുകയും പിന്നീടും നമ്മെ ആകർഷിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത ലോകമാണ് എന്നും പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ തോപ്പിൽ ജംഗ്ഷനിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പരിശ്രമമാണ് ഈ വായനശാല. അത് മലയാളത്തിന്റെ മഹാപുണ്യമായ എം ജിയുടെ പേരിലുണ്ടായിരിക്കുന്ന വായനശാല. എല്ലാ സന്തോഷത്തോടെയും അങ്ങേയറ്റം അംഗീകാരബോധത്തോടെയും ഈ വായനശാലയുടെ ഉദ്ഘാടനം ഞാൻ നിർവഹിച്ചതായി അറിയിക്കുന്നു.